ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഷിർ നന്ദ എന്നു പേരുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അതിനുള്ള കാരണം പറയുന്നത് സ്കൂളിലെ ദുരനുഭവങ്ങളാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് അവിടെ ഒരു ഇൻറ്റേർണൽ എക്സാം നടന്നു. അപ്പോൾ അതിൽ 1.5 മാർക്ക് ആ കൊച്ചിന് കുറഞ്ഞു. അപ്പോൾ എല്ലാവരും ഹ്യൂമിലിയേറ്റ് ചെയ്തു. ടീച്ചേഴ്സൊക്കെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അല്ലാണ്ട് ഇൻസൾട്ട് ചെയ്തു. അതേപോലെ ക്ലാസ് ഷഫിൾ ചെയ്തു. ഈ കുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ക്ലാസ്സിലേക്ക് മാറ്റി. അവിടെ ഗേൾസ് വളരെ കുറവായിരുന്നു. 4-5 ഗേൾസ് എന്തോ അവിടെ ഉണ്ടായിരുന്നു, ബാക്കിയൊക്കെ ബോയ്സ് ആയിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി വളരെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വളരെയധികം സന്തോഷിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്ന ലെവലുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. എക്സാം നടത്തിയപ്പോൾ തന്നെ മാർക്ക് കുറയുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, കുട്ടികൾ പരസ്പരം ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ ലെറ്റേഴ്സ് എഴുതിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ ഒരു കുട്ടിക്ക് ഈ കുട്ടി ലെറ്റർ എഴുതിയായിരുന്നു. അതൊരു ആത്മഹത്യാ മൊഴി പോലെ എടുക്കണം എന്നുള്ളൊരു ലെവലിൽ സീക്രട്ട് ഏജൻ്റൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് ഈ ലെറ്റർ കിട്ടിയ കുട്ടി വീട്ടിൽ പോയിട്ടാണ് വായിച്ചു നോക്കിയത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് പോലീസിനെ ഏൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വൻ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് സംഗതി. അപ്പോൾ അതിൻ്റെ താഴെ വന്നുള്ള ഒരു കമൻറ്റ് പറയട്ടെ. കുട്ടികൾ സ്കൂളുകളിൽ അനുഭവിക്കുന്ന ക്രൂരതകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ പ്രതികരിച്ച് തുടങ്ങി. അപ്പോൾ അതിന് താഴെ വന്നുള്ള ഒരു കമൻറ്റ്, ആതിര ചിഞ്ചു എന്ന പേരുള്ള ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നുള്ളൊരു കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കമൻറ്റാണ്. കമൻറ്റ് ഞാൻ വായിക്കട്ടോ. ഡിയർ സായ്, സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോന് താഴെ വന്നൊരു കമൻറ്റാണ്. ഐ ആം റൈറ്റിംഗ് ദിസ് വിത്ത് എ ഹെവി ഹാർട്ട് നിൽക്കട്ടെ. കാര്യം, ദ ഗേൾ ഹു പാസ്ഡ് അവേ വാസ് ദ ഡോട്ടർ ഓഫ് മൈ നെയ്ബർ ആൻഡ് മൈ സിസ്റ്റേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട്. ഇവരുടെ ലൈഫ് ഫ്രണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതായത് സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പ്രിൻസിപ്പളിൻ്റെ പേര് സ്റ്റെല്ല എന്നായിരുന്നു. അത് പറയുന്നുണ്ട്. കെമിസ്ട്രി അതേപോലെ ഒരു കെമിസ്ട്രി ടീച്ചറും അവർ രണ്ടുപേരും കൂടി ചെയ്തിട്ടുള്ള, അവരുടെ പേരും സ്റ്റെല്ല എന്നായിരുന്നു. ഈ 2 സ്റ്റെല്ല ടീച്ചർമാരും കൂടി ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ പറയുന്നത്. അതായത് ശ്രീശ്വരം കനാൽ റോഡ്, ഞാൻ പറഞ്ഞത് ഈ ശ്രീശ്വരം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് അത്ര ദൂരമൊന്നുമില്ല കേട്ടോ. ആ കനാൽ റോഡിൻ്റെ അവിടെ ഒരു പയ്യൻ്റെ കൂടെ കണ്ടു, ഒരു സ്കൂട്ടിയുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഇവർ സ്കൂളിൽ വളരെയധികം ഹ്യൂമിലിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അവിടുത്തെ ബസ് ഡ്രൈവർ എല്ലാവരും മോറൽ പോലീസ് ചെയ്തു. ചെക്കന്മാരുടെ കൂടെ കാണാൻ പാടില്ല, സ്കൂളിൽ തന്നെ പയ്യന്മാരുടെ കൂടെയൊക്കെ കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സ്കൂൾ വിട്ടിട്ട് പുറത്ത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സീനായി എന്നൊക്കെ പറയുന്നുണ്ട് വീട്ടുകാരെ. അപ്പോൾ വീട്ടുകാരും ഒരു പറഞ്ഞു അത്ര അത് ബ്രദറാണ്. ഇവരുടെ ഈ ആതിര ചിഞ്ചു എന്ന് പറയുന്ന അവരുടെ സ്വന്തം ബ്രദറായിരുന്നു അത്. പക്ഷെ അവരെ വിശ്വസിക്കുന്നില്ലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഇവർ സ്കൂൾ വിട്ടിട്ട് ട്യൂഷന് പോകുന്ന സമയത്ത് മറ്റ് സ്കൂളിൽ നിന്നുള്ള ചെക്കന്മാരുടെ കൂടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ സ്കൂളിൽ പോയി സീനാക്കി തരാം. അതായത് ഇവർ സെൻറ്റ് ഡൊമിനിക് സ്കൂളിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നില്ല, സോറി കേട്ടോ. സെൻറ്റ് ഡൊമിനിക് സ്കൂളാണ്. സെയിൻറ്റ് ഡൊമിനിക് സ്കൂൾ, ശ്രീശ്വരം കോൺവെൻറ്റ് സ്കൂളാണ്. അത് ഇംഗ്ലീഷ് മീഡിയം കോൺവെൻറ്റ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലെ ഒരു കുട്ടി മറ്റ് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളുടെ കൂടെ കണ്ടു 6 മണിക്ക് എന്ന് പറഞ്ഞിട്ട് അത് ചീത്തപ്പേരാണ് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വൻ സീനാക്കി തരാം. അപ്പോൾ ഇവർ പറയുന്നത് ഈ കുട്ടി അക്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ട്യൂഷന് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വമ്പൻ സീനായി വീട്ടിൽ നിന്ന് പൂതിരെ പിടിച്ച് തല്ലുകൊണ്ടു. അപ്പോൾ ഇവർ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വളരെ ട്രോമ ലെവലിലൊക്കെയാണല്ലോ, സ്കൂളിലൊക്കെ വൻ സീനായിരിക്കും സദാചാരം സംഗതി. പക്ഷെ അവരെന്തോ അതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ സമയത്ത് അത് ആത്മഹത്യ ചെയ്തില്ല. എന്നിട്ട് നേരെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പോയി കാണിച്ചു. അപ്പോൾ PTSD, ക്ലിനിക്കൽ ഡിപ്രഷൻ ഒക്കെ ആയിരുന്നു പറയാം. അങ്ങനെ തെറാപ്പിയൊക്കെ ആയിട്ട് പിന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഒരു സംഗതിയാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ആ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ഒരു ഏകദേശ സംഗതിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ഷെയർ ചെയ്ത്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൽ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു എക്സാം നടത്തി കഴിഞ്ഞിട്ട് കുട്ടികളെ ഡിവൈഡ് ചെയ്യാം. അതായത് മാർക്കിനനുസരിച്ച് കുട്ടികളെ ഡിവൈഡ് ചെയ്യാണ്. ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്ലാസ്, അതിന് കുറച്ച് താഴെ മാർക്ക് വന്ന കുട്ടികളുടെ വേറെ ക്ലാസ്, അങ്ങനെ ഈ ഡിവിഷൻ വരെ
ഒരു കാര്യം വെച്ചേക്കാം, ഈ ട്രെയിനിങ്ങൊക്കെ കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സ് ആണല്ലോ ടീച്ചേഴ്സ്, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കോഴ്സുകളും അതും ട്രെയിനിങ് വേറെ ഉണ്ടായിരിക്കും അല്ലേ. അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ അല്ലാണ്ട് ഇവർക്ക് വേറെയും ട്രെയിനിങ് കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ. ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ നല്ല കാശുള്ള സ്കൂളാണ്, നല്ല കാശ് ഉള്ള സ്കൂളാണ്, സൗകര്യങ്ങൾ കാര്യമായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികളെങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവരുടെ ഉത്തരവാദിത്വം എന്താ? നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലേ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, പല തരത്തിലുള്ള കുട്ടികളെ ഒരേ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആവുന്ന, ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുക, അതിനുള്ള ട്രെയിനിങ്ങാണ് ടീച്ചേഴ്സ് കൊടുക്കുന്നത്. അതിന് പറ്റൂലെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മളവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ. അല്ലെങ്കിൽ ആ ട്രെയിനിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ, അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിന് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ, പേരൻസിനെ PTA ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ. കുട്ടികളിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 100% A+ കിട്ടുന്ന സ്കൂളായിട്ടത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാർക്കിനനുസരിച്ച് ക്ലാസ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇവരൊരു വേർഷൻ എന്താ വെച്ചാൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ഇപ്പോൾ കുട്ടികളുള്ള ഈ ക്ലാസ്സിൽ കുട്ടികളെ മെഷീനെ പോലെ കരുതുന്നു, റോബോട്ടുകളെ പോലെ കരുതുന്നത്. മാർക്ക് കിട്ടുന്ന മെഷീനുകൾ സ്വിച്ച് ഇട്ടിരുന്നെങ്കിൽ പ്രിപ്പയർ ചെയ്യുക, എക്സാം എഴുതുക, മാർക്ക് കിട്ടുക, മാർക്ക് ഈ ഒരു സംഗതി. അപ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും മാർക്ക് കിട്ടിയ കുട്ടികൾ പ്രത്യേകം കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ ക്ലാസ്സിലേക്ക് മാറ്റുന്നത്. അത് അവരുടെ ഒരു വേർഷനാണ്. ഇത് തന്നെ 2 ലെവലിൽ നിന്നുകൊണ്ട് ചിലവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലവർ ഇതിനെ അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും, പല തരത്തിലുള്ള കുട്ടികളെ ഒറ്റ ക്ലാസ്സിൽ ഇരുത്തിക്കൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കണം എന്നാണ്. ഇത് തന്നെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് കേട്ടോ. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ്, നമ്മൾ പലതരത്തിലുള്ള കുട്ടികളെ ഒരേ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് അങ്ങനെ വളരെ ഇൻക്ലൂസീവായിട്ടുള്ള രീതിയിൽ വേണം ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കാം. ഇതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടിപൊളിയായിരിക്കും ചെയ്യുകയാണെങ്കിൽ. അതായത് ഇവർക്ക് ഇവരുടേതായ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. ഇവരിൽ നിന്ന് വല്ലാണ്ട് പിടിച്ച് മാറ്റപ്പെട്ടിട്ട് വേറൊരു ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ മാനസികമായിട്ട് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇതിൻ്റെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് അവർ മെയിൻ ലക്ഷ്യം. മാർക്ക് കിട്ടുക, എന്നാലാണ് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഡൊണേഷൻസും അഡ്മിഷൻസും ഇതൊക്കെ വരുള്ളൂ അല്ലേ. അതേപോലെ കേരളത്തിലെ ബെസ്റ്റ് സ്കൂൾ എന്നുള്ള വലിയ ആളുകൾ മൊത്തം അറിയണം എന്നുള്ളൊരു സംഗതി ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഇപ്പോൾ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളാവണം, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളാവണം, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം, ഇങ്ങനെയൊക്കെ ഒരു സംഗതിയാണ് ഇവിടെ. അപ്പോൾ ഇവർക്ക് എനിക്ക് പറയുമ്പോൾ സാധനം ഈ കോൺവെൻറ്റ് നമ്മൾ +1 പോകുന്ന സമയത്ത് മനസ്സിലാവും. ഇപ്പോൾ +1 അഡ്മിഷനൊക്കെ എടുത്തിട്ട് നമ്മളെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഈ കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ചാടേണ്ടത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അവ എന്താ വെച്ചാൽ ഇങ്ങനെ സ്റ്റേറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് എന്നൊരു സംഗതി പറയുമ്പോൾ അവർ തന്നെ, എൻ്റെ പല ഫ്രണ്ട്സും പറയുന്നുണ്ട്, അവരുടെ സ്കൂളിൽ അവർക്കത് ചീത്തപ്പേര് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിക്കണത്, അവിടെയാണ് അഡ്മിഷൻ കിട്ടിയത്, അല്ലെങ്കിൽ അവിടെയാണോ അഡ്മിഷൻ എടുത്തത്, ആ സ്റ്റേറ്റ് കുട്ടികളുടെ കൂടെയാണ് നിങ്ങൾ പഠിക്കണത്, ഈ ഒരു രീതിയിൽ. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ, കാസ്റ്റിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ബോഡി ഷെയ്മിങ് ഇതൊക്കെ വെച്ചിട്ട് കുട്ടികളെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക, ഇൻസൾട്ട്, ഹ്യൂമിലേറ്റ് എന്ന് പറയുന്ന പോലെ ആ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ നമ്മുടെ ഈ സ്റ്റേറ്റ് സിലബസിൽ ആ ഒരു ഇതിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ അത് വേറെ രീതിയിൽ എടുക്കുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പലരും കുട്ടികൾ പുറത്ത് പറയേണ്ടിയിരിക്കുന്നത് അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അത് ആരത്തെ പറയേണ്ട അറിയില്ല. വീട്ടുകാരത്ത് പറയണ്ടെങ്കിൽ വീട്ടുകാർ വിചാരിക്കുക ഇത്രയും കാശ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കണം, അവർ ഇത്രയും ഹോൾഡുള്ള ആളുകളാണ് ടീച്ചേഴ്സും മാനേജ്മെൻറ്റൊക്കെ, അവരെന്തെങ്കിലും ചെയ്യുമോ, അതുപോലെ ഈ കുട്ടീനെ അവിടുന്ന് സ്കൂളിൽ നിന്ന് വേറെ സ്കൂൾ മാറ്റാൻ പറയുമോ, അതല്ലെങ്കിൽ കുട്ടീനെ വീണ്ടും ഹ്യൂമിലേറ്റ് ചെയ്യുമോ, മാർക്ക് കുറയ്ക്കുകയോ, ഇതൊക്കെ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുമോ, പാരൻസിനെ ഇൻസൾട്ട് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. PTA മീറ്റിങ്ങിന് സീനാക്കുമോ എന്നൊക്കെയാണ്. ധൈര്യമില്ലായ്മയാണ്, പാരൻസിൻ്റെ ധൈര്യമില്ലായ്മ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അഷീർ നന്ദ എന്നുള്ള കുട്ടി. പ്രത്യേകിച്ച് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള, വൈകാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഓടിച്ചാടി നടക്കേണ്ട ഒരു ടൈമാണ്. അവരൊരു ടീനേജ്, ആ ഒരു ഇതൊക്കെ അഡോളസെൻ്റ് ആ സ്റ്റേജിൻ്റെ ഏകദേശം ആ സ്റ്റേജിലൊക്കെ ഇവർ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് സന്തോഷത്തോടെ കുട്ടികളുടെ കൂടെ അല്ലേ കളിച്ച് ചിരിച്ച് നടക്കേണ്ട ഒരു സ്റ്റേജിലാണ് ഇവർക്ക് വല്ലാണ്ട് ഈ പ്രഷർ കൊടുക്കുന്നത്, മാർക്ക് എന്നുള്ളൊരു സംഗതി. അപ്പോൾ ഇങ്ങനെ ക്ലാസ് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ അത് ആ കുട്ടിക്ക് ഉണ്ടാകുന്നൊരു ട്രോമ വലിയ രീതിയിലായിരുന്നു. അപ്പോൾ കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് വരുമ്പോൾ തന്നെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെയധികം കരഞ്ഞിട്ടാണ് വന്നിരുന്നത്. കുട്ടി അങ്ങനെ മുകളിലേക്ക് പോയി, കുളി കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയി ആത്മഹത്യ ചെയ്തു എന്നാണ് സംഗതി. അപ്പോൾ എനിക്ക് പാരൻസിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളുടെ ഇത് സംസാരിക്കാൻ ശ്രമിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ കുട്ടികളെ തല്ലുന്നത് തന്നെ വലിയ പ്രശ്നമാണ് അല്ലേ.
ഇനി തല്ലി പഠിപ്പിക്കണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും, തല്ലി പഠിപ്പിക്കരുത് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ പുറത്ത് വേറെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചാൽ, വല്ലാണ്ട് കുട്ടികൾക്ക് പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വിഷയമാണ്. ഒരു സ്പ്രിങ്ങിനെ പോലെയാണ്, വല്ലാണ്ട് കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പൊട്ടിത്തെറിക്കും, വല്ലാണ്ട് തകർന്നു പോകും. ഇവർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സൈക്കോളജിക്കലായ ഒരുപാട് ഇഷ്യൂസ് ഇതിൻ്റെ പേരിൽ ഈ ടോർച്ചറിങ് വഴി ഉണ്ടായിരിക്കും. അത് അവരുടെ ക്യാരക്ടറിനെ ബാധിക്കും. അതവരുടെ ഭാവിയിൽ അവരൊരു അവരെയൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതുണ്ടാക്കും, പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും, പല രീതിയിലുള്ള ഡിസോർഡറുകൾ ഉണ്ടായിരിക്കും, ട്രോമ, അതിൻ്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റുകൾ, കോൺസിക്വൻസുകൾ വരും. മാത്രമല്ല കോൺഫിഡൻസിനെ ബാധിക്കും, അഗ്രഷൻ ഉണ്ടായിരിക്കും, പലരും ഇങ്ങനെയുള്ള സൂയിസൈഡ് ടെൻഡൻസിയുള്ള ആളുകളായിട്ട് മാറും, റിലേഷൻഷിപ്പിനെ ബാധിക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിന് അതിൻ്റേതായ നമുക്കിതിനൊരു പരിഹാരം കൂടി കണ്ടെത്തണമല്ലോ. നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പ്രശ്നം അല്ലെങ്കിൽ സ്കൂൾ തച്ച് പൊളിക്കണം അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അതൊന്നുമില്ല ഇവിടുത്തെ ഒരു വിഷയം. എങ്ങനെ ഇതിൽ മാറ്റങ്ങൾ വരുത്താം, ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലം പറഞ്ഞത്. ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവെയർനെസ്, കൃത്യമായിട്ട് അവെയർനെസ് നൽകണം. അതായത് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. അവെയർനെസ്സിന് കൂടെ ആ പോയിൻ്റ് കൂടി പറയാം. ട്രെയിനിങ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള സംഗതിയാക്കിയിട്ട് മാറ്റുക. അതിപ്പോൾ PTA ടീച്ചേഴ്സിന് ആയിക്കോട്ടെ, മൊത്തം PTA സംഗതി ആയിക്കോട്ടെ, അതേപോലെ തന്നെ പാരൻസിൻ്റെ കാര്യം ആയിക്കോട്ടെ, ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള മൊത്തത്തിൽ കളക്റ്റീവായിട്ടുള്ള ടീമുണ്ടല്ലോ, ആ ടീമിന് മൊത്തം ഒരു അവെയർനെസ് കൊടുക്കുക. ഒരു പഠനം നടത്തുന്നത് എങ്ങനെയാണ്, അവെയർനെസ് നടത്തുന്നത് എങ്ങനെയാണ്, ഇത് കുട്ടികളെ ബാധിക്കുന്നത്, ടീച്ചേഴ്സിനെ എങ്ങനെയാണ് ബാധിക്കുക, മൊത്തം സൊസൈറ്റിയിൽ എങ്ങനെ ബാധിക്കുന്നതിനെക്കുറിച്ച് ഇതൊക്കെ ഇവർ കിട്ടുന്നുണ്ടായിരിക്കും. അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, ഈ ഒരു അവെയർനെസ് കിട്ടിയ അറിവൊക്കെ. അതുപോലെ തന്നെ കുട്ടികളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്ടിരിക്കുക, കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, എന്താണ് അവർ ബുദ്ധിമുട്ട്, എങ്ങനെയാണ്. അതുപോലെ ഈ ശിക്ഷിക്കുന്ന സമയത്തൊക്കെ ആ ടീച്ചറൊക്കെ എന്തോ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് മണ്ടക്ക് ഇടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇപ്പോൾ കുട്ടികളെ ശിക്ഷിക്കുന്ന സമയത്ത് ഈ ശിക്ഷിക്കുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഇവർ ശിക്ഷിക്കുന്നത്? അങ്ങനെ ശിക്ഷിക്കാനുള്ള ലൈസൻസ് ആരാ കൊടുത്തത്? അപ്പോൾ ഇവിടുത്തെ എന്താ വെച്ചാൽ, ഇപ്പോൾ സ്കൂളുകളിൽ പരാതിപ്പെട്ടിട്ടുണ്ട്, ടീച്ചേഴ്സോ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പരാതി ഇടാൻ പറ്റും. ഇങ്ങനെ അവസ്ഥയാണ്. ഈ സ്കൂളിൽ ഇങ്ങനൊരു പരാതിപ്പെട്ടില്ലേ, അല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരാണ് മോണിറ്റർ ചെയ്യണത്? അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഒരു കുട്ടിക്ക് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അവിടുത്തെ സ്റ്റാഫിൽ നിന്നോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് പറയാൻ പാകത്തിലുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ഇത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി അവിടെ ഉണ്ടായിരിക്കണം. അല്ലെ അത് PTA ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ HM പ്രിൻസിപ്പളോ ആരോ ആയിക്കോട്ടെ, അങ്ങനെ ഒരാൾ അവിടെ വേണം, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറോ ആരെങ്കിലും. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ പറയുമ്പോൾ ഇല്ല, ഫ്രണ്ട്സിനോട് പറഞ്ഞാലും ഫ്രണ്ട്സിനോട് പറയാൻ പറ്റില്ല. ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള ഫ്രീഡം പോലും അവിടെ കൊടുക്കാത്തൊരവസ്ഥ. ഫുൾ ടൈം ക്ലാസ്സിൽ ഇരിക്കുക, നേരെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിന് വല്ല താറാവുകളെ വിടുന്ന മാതിരി ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ വരിയായിട്ട് നിൽക്കണം. ഇങ്ങനെയുള്ള വലിയതാകുമ്പോൾ ചട്ടക്കോട്ടിനുള്ളിൽ കുട്ടികൾക്കൊന്നും മനസ്സൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലേ. ഇനി ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ സീന് പോകും. ഇങ്ങനെ പബ്ലിക്കായിട്ട് ഹ്യൂമിലിയേറ്റ് ചെയ്യുക, തല്ലുക, അതേപോലെ മോറൽ പോലീസിങ് നടത്തുക. എന്താണ്? അതേപോലെ തന്നെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരും പലരും എന്താ മറ്റു കുട്ടികൾക്കില്ലാത്ത പ്രശ്നമാണ് കണക്ക് പറയുന്നത്. അങ്ങനെയുള്ള പേരൻസ് ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ള ഊള പേരൻസും ഉണ്ട്. കുട്ടികളൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് അങ്ങനെയൊക്കെ ഉണ്ടാവും, ഞങ്ങൾ ഇതിനെയൊക്കെ വലിയ തല്ലും കുത്തും കൊണ്ടിട്ടാണ് വളർന്നു വന്നതെന്ന് പറയുന്ന പേരൻസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ പേരൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ട്, ഇപ്പോൾ മറ്റേ കുട്ടിക്ക് അന്നേക്ക് 1 മാർക്ക് കൂടുതലാണെങ്കിലോ, അപ്പോൾ എന്താ അനക്കെന്ത് മാർക്ക് കുറഞ്ഞു, അപ്പോൾ ആ കുട്ടീനെ അടുത്ത എക്സാമിൽ കൂടുതൽ മാർക്ക് പോകണം ആ കുട്ടീനെയൊക്കെ, ഇങ്ങനെ പറയുന്ന പേരൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രഷർ ഭീകരമാണ്, വളരെ വലുതാണ്. അപ്പോൾ കുട്ടികളുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ടീച്ചേഴ്സിനും അവരുടെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ക്രൂരതകൾ ചെയ്തിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ സാഡിസ്റ്റിക് മൈൻഡ് സെറ്റുള്ള ടീച്ചേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിയെടുക്കേണ്ടത്, ഒന്ന് റിഫോം ചെയ്തെടുക്കേണ്ട ആവശ്യകത ഉണ്ട്. പ്രത്യേകിച്ച് ഇത് 2025 ഒരുപാട് മാറ്റങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരണം. ഇൻക്ലൂഷൻ, അതേപോലെ കുട്ടികൾ ചൈൽഡ് സെൻട്രിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കണം. കുട്ടികളെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ റെസിപ്പിയൻറ്റ് മാത്രമായിട്ടല്ല, ദേ ആർ ദ മേക്കേഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ദേ ആർ ദ മേക്കേഴ്സ് ഓഫ് ദേ ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എഡ്യൂക്കേഷൻ, അങ്ങനെയാണ് കരുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കാം ഇനി ഇതിലെന്താ സംഭവിക്കണം, എന്താ സംഗതി. എന്തായാലും കുട്ടികൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടീച്ചേഴ്സ്
പാരൻസൊക്കെ കുറച്ചുകൂടി അവെയറായി തുടങ്ങിയിട്ടുണ്ട്. പാരൻസും റെസ്പോണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റിയാക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സ്കൂളിലും ഇങ്ങനെ ഒരു ഇതുണ്ടാവരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും കുറച്ചും കൂടിയൊക്കെ കാര്യമായി ആ സ്കൂളുകാർ ശ്രദ്ധിക്കണം, പാരൻസ് ശ്രദ്ധിക്കണം, PTA ശ്രദ്ധിക്കണം, കുട്ടികൾ ആക്റ്റീവ് ആവണം, റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ അടുത്ത് പറയുക. അതേപോലെ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും പറയുക ഉച്ചനീചെത്തുന്ന നിങ്ങളുടെ അനീതികൾ, അക്രമങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ, ഹ്യൂമിലിയേഷൻസ് ഒക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം, വ്യക്തിവികാസം സംഭവിക്കാനുള്ള ഒരു അന്തരീക്ഷം ആ സ്കൂളിൽ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക വെച്ചാൽ അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു സജഷനാണ് എനിക്കും അറിയാനുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട്. അതായത് സിമിലർ എക്സ്പീരിയൻസുകളുള്ള കുറേ ആളുകൾ അവരുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് വരുന്നുണ്ട് പലരുടെയും. അവരനുഭവിച്ച ടീച്ചേഴ്സ് അനുഭവിച്ച ട്രോമ എന്നൊക്കെ. പിന്നെ മാർക്ക് ഏത് കാലഘട്ടത്തിൽ ജീവിക്കണത്? ഈ മാർക്ക് ഇത് മാത്രമല്ലല്ലോ. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതിയാണല്ലോ. അത് ഇപ്പോഴും അവർക്ക് നേരം വിളിച്ചിട്ടില്ല തോന്നുന്നു. പിന്നെ അതുമല്ല, കുട്ടികളുടെ ഇമോഷണലായിട്ടുള്ള, ഇൻ്റലക്ച്വലായിട്ടുള്ള, മെൻ്റലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള ഓവറോൾ ഡെവലപ്മെൻറ്റ് വേണമല്ലോ. ഇവരെ സ്വാഭാവികമായിട്ട് കുട്ടികൾ ഈ നമ്മുടെ ഒരു സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്ന, കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന, എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ടല്ലോ. അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന നല്ല വ്യക്തികളാക്കി കൊണ്ടുവരാനാണല്ലോ സ്കൂളുകൾ, എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ ഉള്ളത്. ഇതിങ്ങനെ ട്രോമയും കൊടുത്തിട്ട് കുട്ടികളെ പൊതിരെ പിടിച്ച് തല്ലുകയും ചെയ്ത് ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്ത് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്ത് അവരുള്ള കോൺഫിഡൻസിനെ തകർത്ത് അവരെ ആകെ നെഗറ്റീവാക്കിയിട്ട് ഒക്കെ ആണെങ്കിൽ പിന്നെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കണത്? എന്തായാലും അടുത്ത ടീച്ചേഴ്സിനാണ് ആദ്യം കൗൺസിൽ ചെയ്യേണ്ടത്. അവരെയാണ് ആദ്യം നല്ല രീതിയിലൊരു ട്രെയിനിങ് കൊടുക്കേണ്ടത് തോന്നുന്നു. അതുപോലെ പാരൻസിനും PTA ഒക്കെ. എന്തിനാണ് അവിടെ PTA എന്ന് മനസ്സിലാവാത്തത്? പാരൻസ് അവിടെ എന്ത് കുന്തം മുഴുങ്ങിയിട്ട് അവിടെ ഇരിക്കണത്? HM പ്രിൻസിപ്പൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് മുകളിൽ നിന്ന് വൻ പ്രഷറുണ്ട് അവർക്ക്. അപ്പോൾ എന്തായാലും ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഓർഡർ കൊടുക്കുന്ന ആളുകളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ആളുകൾക്ക് ഉണ്ടായാൽ നന്നായിരിക്കും. എന്തായാലും കാര്യമായ ഒരു ഇൻഫർമേഷൻ അവിടെ ആവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയുള്ളൂ. വേറൊരു വീഡിയോയിൽ വേറെ ഇഷ്യൂമായിട്ട് വരാം. ഓക്കെ, ബൈ.